നമസ്കാരം. BBC ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഉടുമ്പന്നൂരിൽ വൻ മോഷണം. സംസ്ഥാന സർക്കാരിന്റെ മികച്ച ക്ഷീരകർഷകനുള്ള അവാർഡ് നേടിയ ഷൈൻ കെവിയുടെ വീട്ടിലെ പോർച്ചിൽ കിടന്ന ഇന്നോവ ക്രിസ്റ്റയും 6.5 ലക്ഷത്തോളം രൂപയും കവർന്നു. വനവിസ്തൃതി വർദ്ധിപ്പിക്കുമെന്ന കോൺഗ്രസ് പ്രകടന പത്രികയ്ക്കെതിരെ ഇടതുപക്ഷ കർഷക സംഘടന കഞ്ഞിക്കുഴി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് പ്രകടന പത്രിക കത്തിച്ച് പ്രതിഷേധിച്ചു. കൊച്ചി മെട്രോയുടെ MD ആയ ലോക്നാഥ് ബെഹ്റയും മുൻ ചീഫ് സെക്രട്ടറി VP ജോയിയും യുവാക്കളുടെ പ്രതീക്ഷയ്ക്കും പ്രത്യാശയ്ക്കും ഭാരമാണെന്ന് ഇടുക്കി പാർലമെന്റ് മണ്ഡലം പ്രവാസി സ്ഥാനാർത്ഥി ജോമോൻ ജോൺ. തൊടുപുഴ വെങ്ങല്ലൂർ കോലാനി ബൈപ്പാസിലെ മുല്ലക്കൽ ജംഗ്ഷനിൽ ഗതാഗതം താറുമാറായി. ജംഗ്ഷനിൽ സ്ഥാപിച്ചിരിക്കുന്ന സൈൻ ബോർഡ് തെറ്റായ ദിശയിലേക്ക് വച്ചിരിക്കുന്നതുകൊണ്ടും സ്പീഡ് ബ്രേക്കറുകൾ ശരിയായ സ്ഥലത്ത് സ്ഥാപിക്കാത്തതുകൊണ്ടുമാണ് ഗതാഗതം താറുമാറായത്. തൊടുപുഴ പുഴയോരം ബൈപ്പാസിലെ അശാസ്ത്രീയമായി വച്ചിരിക്കുന്ന സ്പീഡ് ബ്രേക്കറുകൾ കാൽനടയാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. വീതി കൂടിയ ബ്രേക്കറുകൾ നടപ്പാതയിലേക്ക് കയറ്റി വച്ചിരിക്കുന്നത് മൂലമാണ് തടസ്സം നേരിടുന്നത്. വാർത്തകൾ വിശദമായി. ഉടുമ്പന്നൂരിൽ വൻ മോഷണം. സംസ്ഥാന സർക്കാരിന്റെ മികച്ച ക്ഷീരകർഷകനുള്ള അവാർഡ് നേടിയ ഷൈൻ കെവിയുടെ വീട്ടിലെ പോർച്ചിൽ കിടന്ന ഇന്നോവ ക്രിസ്റ്റയും 6.5 ലക്ഷത്തോളം രൂപയും കവർന്നു. കരിമണ്ണൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. മികച്ച ക്ഷീരകർഷകനായി തിരഞ്ഞെടുക്കപ്പെട്ട ഉടുമ്പന്നൂർ സ്വദേശി ഷൈനിന്റെ വീട്ടിലാണ് ഇന്ന് പുലർച്ചെയോടെ മോഷണം നടന്നത്. മോഷ്ടാക്കൾ ഷൈനിന്റെ വീട്ടുമുറ്റത്ത് കിടന്നിരുന്ന ഇന്നോവ ക്രിസ്റ്റ കാറും കാറിനുള്ളിലുണ്ടായിരുന്ന 7 ലക്ഷത്തോളം രൂപയും കവർന്നു. തമിഴ്നാട്ടിൽ പശുക്കളെ വാങ്ങിക്കുവാൻ പോകുവാനായാണ് ഷൈൻ കാറിനുള്ളിൽ പണം സൂക്ഷിച്ചിരുന്നത്. ഈ പണവും കാറുമാണ് മോഷ്ടാക്കൾ അപഹരിച്ചത്. ഇന്നലെ രാത്രി ഒരു 11:30 ശേഷമാണ് ഞാൻ ഇന്നലെ ഉറങ്ങുന്നത്. പിന്നെ രാവിലെ ഒരു 2-2:30 ആയപ്പോൾ നമ്മൾ ഉണർന്നതായിരുന്നു. അപ്പോൾ നേരെ ഫാമിലേക്ക് പോയി. ഫാമിൽ പോലെ പണിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് എനിക്ക് രാവിലെ പൊള്ളാച്ചിക്ക് പശുവിനെ വാങ്ങിക്കാൻ പോകേണ്ടതുകൊണ്ട് നേരത്തെ തന്നെ പാലും കൊടുത്തിട്ട് ഞാൻ തിരിച്ചു വന്ന് ഇവിടെ വന്ന് നോക്കുമ്പോഴാണ് പോർച്ചിൽ വണ്ടി കാണാതെ ഇതാകുന്നത്. അപ്പോഴാണ് പെട്ടെന്ന് തന്നെ നമ്മൾ ഇത് നോക്കി. അപ്പോൾ രാവിലെ ഇങ്ങനെ തമിഴ്നാട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ പശുവിനെ വാങ്ങാൻ വേണ്ടിയിട്ട് അതിനകത്തൊരു 6,83,000 രൂപ വണ്ടിക്കകത്ത് ക്യാഷായിട്ട് ഇരിപ്പുണ്ടായിരുന്നു. ഇങ്ങനെ വണ്ടി രാവിലെ നമ്മൾ നോക്കിയപ്പോഴാണ് വണ്ടി കാണാതെയാകുന്നത്. ഇന്നലെ രാത്രി 11:30 ഉറങ്ങുന്ന സമയം വരെ ഷൈനിന്റെ മുറ്റത്ത് കാറുണ്ടായിരുന്നു. വെളുപ്പിന് 2:30 ശേഷം പശുക്കളെ പാൽ കറക്കുവാനായി എഴുന്നേറ്റപ്പോഴാണ് വീട്ടിൽ മോഷണം നടന്ന വിവരം ഷൈനും കുടുംബാംഗങ്ങളും അറിഞ്ഞത്. മോഷണം സംബന്ധിച്ച് കരിമണ്ണൂർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പോലീസും അന്വേഷണം ആരംഭിച്ചു. വീടും പരിസരവുമായി പരിചയമുള്ളവരാകാം മോഷണം നടത്തിയതെന്നാണ് പ്രാഥമിക നിഗമനം. ന്യൂസ് ബ്യൂറോ, വണ്ണപ്പുറം. വനവിസ്തൃതി വർദ്ധിപ്പിക്കുമെന്ന കോൺഗ്രസ് പ്രകടന പത്രികയ്ക്കെതിരെ ഇടതുപക്ഷ കർഷക സംഘടന കഞ്ഞിക്കുഴി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് പ്രകടന പത്രിക കത്തിച്ച് പ്രതിഷേധിച്ചു. പ്രതിഷേധ പരിപാടികൾക്ക് കേരള കർഷക സംഘം ഇടുക്കി ഏരിയ പ്രസിഡന്റ് ജോഷി മാത്യു നേതൃത്വം നൽകി. വനവിസ്തൃതി വർദ്ധിപ്പിക്കുമെന്ന കോൺഗ്രസ് പ്രകടന പത്രികയ്ക്കെതിരെ ഇടതുപക്ഷ കർഷക സംഘടന കഞ്ഞിക്കുഴി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പ്രകടന പത്രിക കത്തിക്കലും നടന്നു. പ്രതിഷേധ പരിപാടികളുടെ ഉദ്ഘാടനം കേരള കോൺഗ്രസ് സംഘം ഇടുക്കി ഏരിയ പ്രസിഡന്റ് ജോഷി മാത്യു നിർവഹിച്ചു. വനവിസ്തൃതി വർദ്ധിപ്പിക്കുമെന്ന കോൺഗ്രസിന്റെ പ്രകടന പത്രിക ഇടുക്കി, വയനാട് ജില്ലകളിലെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും വന്യമൃഗശല്യത്തിൽ പൊറുതിമുട്ടിയ കർഷക ജനതയെ കൂടുതൽ ദുരിതത്തിലേക്ക് തള്ളിവിടാനാണ് UDF ശ്രമിക്കുന്നതെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ ജോഷി മാത്യു പറഞ്ഞു. ഇന്ത്യയിൽ കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ ഇന്ത്യയിലാകെ വനവിസ്തൃതി, വിശിഷ്യ കേരളത്തിൽ വനവിസ്തൃതി ആകെ വർദ്ധിപ്പിക്കുമെന്നാണ് പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, കസ്തൂരി രംഗനും മാധവ് ഗാഡ്ഗിലുമെല്ലാം ഉണ്ടാക്കി വെച്ച കേരളത്തിൽ ഏറ്റവും അധികം ദുരിതമനുഭവിക്കുന്നത് ഇടുക്കി ജില്ലയിലെ ജനങ്ങളാണ്. ഈ വനവിസ്തൃതി വർദ്ധിപ്പിച്ചാൽ അതിൻ്റെ പ്രത്യാഘാതം ഏൽക്കുന്നത് ഇടുക്കി ജില്ലയിലായിരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ കരുതിക്കൂട്ടിയുള്ള കോൺഗ്രസിൻ്റെ നിലപാടാണ് കസ്തൂരി രംഗൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഇവരുണ്ടാക്കിയിട്ടുള്ള കരുതിക്കൂട്ടിയിട്ടുള്ള റിപ്പോർട്ടാണ് പ്രകടന പത്രികയായി അടിച്ചിറക്കിയിരിക്കുന്നത്. LDF നേതാക്കളായ സേവ്യർ തോമസ്, എബിൻ ജോസഫ്, ശശി കന്യാലിൽ, ബേബി ഐക്കര, റോഷൻ ജോൺ, CV വിജയകുമാർ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പഴയരിക്കണ്ടം. അടിമാലി കത്തിപ്പാറയ്ക്ക് സമീപം തീപിടുത്തം. വീടിനോട് ചേർന്ന് റബ്ബർ ഷീറ്റ് ഉണങ്ങുന്നതിനായി നിർമ്മിച്ചിരുന്ന ഷെഡിലാണ് തീപിടിച്ചത്. അടിമാലി ഫയർഫോഴ്സ് യൂണിറ്റ് എത്തി തീയണച്ചു.
ഇന്ന് രാവിലെയായിരുന്നു അടിമാലി കത്തിപ്പാറയ്ക്ക് സമീപം തീപിടുത്തമുണ്ടായത്. പ്രദേശവാസിയായ തോടുമ്പൽ അനിലിന്റെ വീടിനോട് ചേർന്നുള്ള ഷെഡിനാണ് തീപിടിച്ചത്. റബ്ബർ ഷീറ്റ് ഉണങ്ങുന്നതിനായിട്ടായിരുന്നു ഷെഡ് നിർമ്മിച്ചിരുന്നത്. തീപിടുത്തത്തെ തുടർന്ന് വലിയ രീതിയിൽ തീയും പുകയും ഉയർന്നു. സംഭവത്തെ തുടർന്ന് അടിമാലി അഗ്നിരക്ഷാസേന സ്ഥലത്തെത്തി. തുടർന്ന് തീയണച്ചു. ഷെഡിന് സമീപം വളർത്തുമൃഗങ്ങളെ കെട്ടിയിരുന്ന തൊഴുത്തുമുണ്ടായിരുന്നു. തീപിടുത്തമുണ്ടായ ഉടൻ വളർത്തുമൃഗങ്ങളെ തൊഴുത്തിൽ നിന്നും മാറ്റി. തീപിടുത്തത്തിനിടയായ കാരണം വ്യക്തമല്ല. ന്യൂസ് ബ്യൂറോ, അടിമാലി. കൊച്ചി മെട്രോയുടെ MD ആയ ലോക്നാഥ് ബെഹ്റയും മുൻ ചീഫ് സെക്രട്ടറി BP ജോയിയും യുവാക്കളുടെ പ്രതീക്ഷയ്ക്കും പ്രത്യാശയ്ക്കും ഭാരമാണെന്ന് ക്രിസ്ത്യൻ മൂവ്മെന്റ് ഫോർ ലൈഫ് ഇന്ത്യ. ഇവർ പെൻഷൻ പറ്റിയിട്ടും തുടരുന്നത് അന്യായമാണെന്നും കൂട്ടിച്ചേർത്തു. ഇടുക്കി പാർലമെന്റ് മണ്ഡലം പ്രവാസി സ്ഥാനാർത്ഥി ജോമോൻ ജോൺ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എയർപോർട്ടിൽ നിന്നും തൊടുപുഴയിലേക്കും മൂന്നാറിലേക്കും മെട്രോ ലൈൻ എക്സ്റ്റൻഷൻ നടപ്പിലാക്കുമെന്ന് സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചു. കൊച്ചി മെട്രോയുടെ MD ആയ ലോക്നാഥ് ബെഹ്റയും മുൻ ചീഫ് സെക്രട്ടറി BP ജോയിയും പെൻഷൻ പറ്റിയിട്ടും തുടരുന്നത് അന്യായമാണെന്ന് ക്രിസ്ത്യൻ മൂവ്മെന്റ് ഫോർ ലൈഫ് ഇന്ത്യ ആരോപിച്ചു. പറ്റിയ വേതനത്തിന്റെ 1/4 നിലനിർത്തി ബാക്കി തിരിച്ചടച്ച് ഉടൻ നടയിറങ്ങണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. ഇടുക്കി പാർലമെന്റ് മണ്ഡലം പ്രവാസി സ്ഥാനാർത്ഥി ജോമോൻ ജോൺ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു. കൊച്ചിൻ മെട്രോയുടെ കൺസൾട്ടൻസി DMRCയെ ഉടൻ തിരിച്ചേൽപ്പിക്കണമെന്ന് സ്ഥാനാർത്ഥി ആവശ്യപ്പെട്ടു. കൊച്ചിൻ മെട്രോയെ എയർപോർട്ട് സെൻട്രൽ മെട്രോയാക്കി ഉയർത്തും. എയർപോർട്ടിൽ നിന്നും പെരുമ്പാവൂർ, മൂവാറ്റുപുഴ, വാഴക്കുളം വഴി തൊടുപുഴയിലേക്കും മൂന്നാറിലേക്കും മെട്രോ ലൈൻ എക്സ്റ്റൻഷൻ നടപ്പിലാക്കും. തൊടുപുഴയിൽ ബൊട്ടാണിക്കൽ ഗാർഡൻ നിർമ്മിക്കും. ഹെലികോപ്റ്റർ ലാൻഡിംഗ് ബേ നടപ്പിലാക്കും. ഫ്ലൈയിംഗ് ക്ലബ്ബുകൾ നടപ്പിൽ വരുത്തും. ഗോൾഫ് ക്ലബ്ബുകൾ ആരംഭിക്കും. ഫ്രഷ് എയർ ടൂറിസം നടപ്പിലാക്കും തുടങ്ങിയ പ്രഖ്യാപനങ്ങളും നടത്തി. ഇടുക്കിയും ഉടൻ തന്നെ ഒരു മെട്രോയുടെ പരിധിയും വരുത്തുക. കൊച്ചിൻ മെട്രോയെ ഒരു എയർപോർട്ട് സെൻറ്റേഡ് മെട്രോ സിസ്റ്റം ആക്കുക. അത് പ്രോഫിറ്റബിൾ ആകണമെങ്കിൽ എയർപോർട്ടിൽ നിന്നുള്ള ഫാസ്റ്റ് മൂവ്മെൻറ്റ്, അത് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്കാണെങ്കിലും ജനവാസ മേഖലയിലേക്കാണെങ്കിലും ഇപ്പോൾ ഒരു സിറ്റി ടു സിറ്റിയാണ്. ആ ഒരു ഓൾഡ് കൺസെപ്റ്റിലാണ് ഫങ്ഷൻ ചെയ്യുന്നത്. അത് ഉടൻ തന്നെ ഇത് ഞങ്ങളുടെ സ്വപ്നമല്ല, യാഥാർത്ഥ്യമാക്കാൻ ആഗ്രഹിക്കുന്ന നടപടികളാണ്, അല്ലെങ്കിൽ ഒരു പരിഹാരമാണ്. ആത്മാർത്ഥമായി പരിശ്രമിക്കുന്ന കാര്യങ്ങളാണ് ഞങ്ങൾ മനസ്സ് തുറക്കുന്നത്. അതുപോലെ തന്നെ മെട്രോയുടെ കൺസൾട്ടൻസി, ഒരു കൺസൾട്ടൻസി എന്ന് പറയുന്നത് നമ്മളെക്കാൾ താഴ്ന്ന യോഗ്യതയുള്ളവരെയല്ല എടുക്കേണ്ടത്. കൊച്ചിൻ മെട്രോ പോലെയോ അല്ലെങ്കിൽ ലോകത്തെ ഏറ്റവും വലിയ ഫാസ്റ്റസ്റ്റ് മെട്രോ സിസ്റ്റം കൈകാര്യം ചെയ്യുന്ന സൗത്ത് കൊറിയയിൽ സിയോൾ മെട്രോയോ അല്ലെങ്കിൽ ബീജിങ്ങോ ഷെങ്കായ് മെട്രോയോ അങ്ങനെയുള്ളവരുടെ വിദഗ്ധ ഉപദേശങ്ങളും നയങ്ങളും ആ ഒരു പരിതസ്ഥിതിക്ക് അനുസരിച്ച് അവരുടെ സ്ട്രാറ്റജീസുമാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത്. നമ്മളെക്കാൾ താഴ്ന്ന അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഒരിക്കൽ പോലും പരിചയമില്ലാത്ത ആളൊരു പുതിയ ആശയമായിട്ട് വരുന്നവരെയല്ല കൺസൾട്ടൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. കൺസൾട്ടൻ്റ് ഉപയോഗിക്കുന്നത് എപ്പോഴും ഒരു വിദഗ്ധനെ ആയിരിക്കണം, ഇതിൽ പയറ്റി തെളിഞ്ഞ ഒരാളെ ആയിരിക്കണം. ഇതിൻ്റെയൊക്കെ തലപ്പത്ത് വരേണ്ടവർ ആത്മാർത്ഥതയുള്ളവരാണ്. വെറും ഒരു കരിയർ മാത്രമായിട്ട് നോക്കുന്നു. ഇപ്പോൾ നമുക്കറിയാം കൊച്ചിൻ മെട്രോയുടെ തലപ്പത്തിരിക്കുന്ന ബെഹ്റ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ നേരെ വിളിച്ച് അവിടെ പോസ്റ്റ് ചെയ്ത് മിനിമം 5 ലക്ഷം രൂപയെക്കുള്ള പറക്സിൽ മുടക്കണമെന്ന് വെച്ചാൽ ഒരു ലൈഫ് മിഷൻ വീട് പണിയുന്ന കോസ്റ്റ് അദ്ദേഹം ഇമ്മീഡിയറ്റ് ആയിട്ട് ഞങ്ങൾ പറയുന്നു. അത് പോസ്റ്റ് ചെയ്ത് അന്ന് തന്നെ സമരം ചെയ്യുന്നുള്ള ആഗ്രഹമുള്ള ഒരു വ്യക്തിയായിരുന്നു ഞാൻ. ഇമ്മീഡിയറ്റ് ആയിട്ട് പുറത്തു പോകണം. കാരണം ഒരു പ്രൊഫഷണൽ ആയിട്ട് ഈ ഒരു മേഖലകളിൽ ഒരു പ്രൊഫഷണൽ ആയിട്ട് അത് ഡൽഹി മെട്രോയിലോ എവിടെയെങ്കിലും വർക്ക് ചെയ്യുന്ന ആത്മാർത്ഥതയുള്ള ഒരു യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു വ്യക്തി ആ സിറ്റുവേഷൻ മനസ്സിലാക്കി ഒരു റൈറ്റ് ഡിസിഷൻ അറ്റ് റൈറ്റ് ടൈം. അതല്ലെങ്കിൽ ഇതിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് ഭീമമായി പോകും. ആ മുന്നോട്ടുള്ള എക്സ്റ്റൻഷൻ വർക്കുകളെല്ലാം നിന്നു പോകും. അതുപോലെ തന്നെയാണ് BP ജോയി. ഇങ്ങനെ പെൻഷൻ പറ്റിയോ വീണ്ടും ആ പൊസിഷനിൽ ഹയർ റെമ്യൂണറേഷനോടെ പോകും. അത് എന്ത് കമ്മിറ്റ്മെന്റ് ആണ്. അവർ ഫ്രീ ഓഫ് കോസ്റ്റ് രാജ്യത്തിന് സർവീസ് ചെയ്യേണ്ട ഒരു വ്യക്തികളാണ്. കൊച്ചി മെട്രോയുടെ MD ആയ ലോക്നാഥ് ബെഹ്റയും മുൻ ചീഫ് സെക്രട്ടറി BP ജോയിയും യുവാക്കളുടെ പ്രതീക്ഷയ്ക്കും പ്രത്യാശയ്ക്കും ഭാരമാണെന്നും തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പ്രവാസി സ്ഥാനാർത്ഥി ജോമോൻ ജോൺ ആരോപിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തൊടുപുഴ വെങ്ങലൂർ കോലാനി ബൈപ്പാസിലെ മുല്ലക്കൽ ജംഗ്ഷനിൽ ഗതാഗതം താറുമാറായി. ജംഗ്ഷനിൽ സ്ഥാപിച്ചിരിക്കുന്ന സൈൻ ബോർഡ് തെറ്റായ ദിശയിലേക്ക് വച്ചിരിക്കുന്നതുകൊണ്ടും സ്പീഡ് ബ്രേക്കറുകൾ ശരിയായ സ്ഥലത്ത് സ്ഥാപിക്കാത്തതുകൊണ്ടുമാണ് ഗതാഗതം താറുമാറായത്. തൊടുപുഴ വെങ്ങലൂർ കോലാനി ബൈപ്പാസിലെ മുല്ലക്കൽ ജംഗ്ഷനിൽ ഗതാഗതം താറുമാറായി. ജംഗ്ഷനിൽ സ്ഥാപിച്ചിരിക്കുന്ന സൈൻ ബോർഡ് തെറ്റായ ദിശയിലേക്ക് വെച്ചിരിക്കുന്നതുകൊണ്ടും സ്പീഡ് ബ്രേക്കറുകൾ ശരിയായ സ്ഥലത്ത് സ്ഥാപിക്കാത്തതുകൊണ്ടുമാണ് ഗതാഗതം താറുമാറായത്. സ്പീഡ് ബ്രേക്കറുകൾ പലതും വഴിയരികിൽ ഉപേക്ഷിച്ച നിലയിലാണ്. മണക്കാട് നിന്നും വരുന്നവർ കോലാനിയിലൂടെ തൊടുപുഴയ്ക്ക് പോകണമെന്നും മൂവാറ്റുപുഴയ്ക്ക് പോകേണ്ടവർ തൊടുപുഴ ടൗൺ വഴി പോകണമെന്നും അടിമാലിക്ക് പോകേണ്ടവർ തൊടുപുഴയ്ക്ക് പോകണമെന്നും മണക്കാട് പോകേണ്ടവർ വെങ്ങലൂർ കൂടി പോകണമെന്നും കോട്ടയത്തേക്ക് പോകേണ്ടവർ മണക്കാട് കൂടി പോകണമെന്നും ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നതിനാൽ യാത്രക്കാർ ദുരിതത്തിലാവുകയും വാഹനങ്ങൾ തോന്നും വഴി പോകുന്ന സ്ഥിതിയുമാണ്.
വന്നിട്ട് അറിയാൻ മേലാത്തൊരു കയറി വന്നിട്ട് നമ്മളൊരു എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തൊടുപുഴ പുഴയോരം ബൈപ്പാസിലെ അശാസ്ത്രീയമായി വച്ചിരിക്കുന്ന സ്പീഡ് ബ്രേക്കറുകൾ കാൽനട യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. വീതി കൂടിയ ബ്രേക്കറുകൾ നടപ്പാതയിലേക്ക് കയറ്റി വച്ചിരിക്കുന്നത് മൂലമാണ് തടസ്സം നേരിടുന്നത്. ബ്രേക്കറുകൾ പലതും വഴിയിൽ തള്ളിയ നിലയിലാണ്. തൊടുപുഴ പുഴയോരം ബൈപ്പാസിലെ അശാസ്ത്രീയമായി വെച്ചിരിക്കുന്ന സ്പീഡ് ബ്രേക്കറുകൾ കാൽനട യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. വീതി കൂടിയ ബ്രേക്കറുകൾ നടപ്പാതയിലേക്ക് കയറ്റി വെച്ചിരിക്കുന്നത് മൂലമാണ് തടസ്സം നേരിടുന്നത്. ബ്രേക്കറുകൾ പലതും വഴിയിൽ തള്ളിയ നിലയിലാണ്. ഇതുമൂലം വാഹന യാത്രക്കാരും കാൽനട യാത്രക്കാരും ദുരിതത്തിലാവുകയാണ്. വലിയ ബ്രേക്കറുകൾ ഇവിടെ നിന്ന് മാറ്റി ചെറിയ ബ്രേക്കറുകൾ സ്ഥാപിക്കണമെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഇടുക്കി ജില്ലയിലെ അടിമാലി ബ്ലോക്കിനെ കേന്ദ്രീകരിച്ച് നടപ്പിലാക്കി വരുന്ന ഏലം അഗ്രോ ഇക്കോളജി പ്രോജക്റ്റിന്റെ ഭാഗമായി കർഷകർക്ക് വിദഗ്ധ ക്ലാസ് സംഘടിപ്പിച്ചു. ജില്ലയിലെ ഏലം കൃഷിയിൽ വ്യാപകമായ കീടനാശിനി പ്രയോഗം കണ്ടെത്തിയതിനെ തുടർന്ന് രാസവിഷരഹിത കൃഷിരീതികളെ പ്രോത്സാഹിപ്പിക്കാനായി സെപ്റ്റിസൈഡ് ആക്ഷൻ നെറ്റ്വർക്ക് ഇന്ത്യയുടെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. 2023 ആരംഭിച്ച പദ്ധതി അടിമാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യ അനിൽ സെപ്റ്റംബർ 26 ഉദ്ഘാടനം ചെയ്തിരുന്നു. പദ്ധതിയുടെ തുടർ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വിവിധ പരിശീലന പരിപാടികൾ നടത്തിവരുന്നു. ഇടുക്കി ജില്ലയിലെ അടിമാലി ബ്ലോക്കിനെ കേന്ദ്രീകരിച്ച് നടപ്പിലാക്കി വരുന്ന ഏലം അഗ്രോ ഇക്കോളജി പ്രോജക്റ്റിന്റെ ഭാഗമായി കർഷകർക്ക് വിദഗ്ധ ക്ലാസ് സംഘടിപ്പിച്ചു. ജില്ലയിലെ ഏലം കൃഷിയിൽ വ്യാപകമായ കീടനാശിനി പ്രയോഗം കണ്ടെത്തിയതിനെ തുടർന്ന് രാസവിഷരഹിത കൃഷിരീതികളെ പ്രോത്സാഹിപ്പിക്കുവാനായി പെസ്റ്റിസൈഡ് ആക്ഷൻസ് ജില്ലയിലെ ഏലം കൃഷിയിൽ വ്യാപകമായ കീടനാശിനി പ്രയോഗം കണ്ടെത്തിയതിനെ തുടർന്ന് രാസവിഷരഹിത കൃഷിരീതികളെ പ്രോത്സാഹിപ്പിക്കുവാനായി പെസ്റ്റിസൈഡ് ആക്ഷൻ നെറ്റ്വർക്ക് ഇന്ത്യയുടെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. 2023 ആരംഭിച്ച പദ്ധതി അടിമാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യ അനിൽ സെപ്റ്റംബർ 26 ഉദ്ഘാടനം ചെയ്തിരുന്നു. പദ്ധതിയുടെ തുടർ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വിവിധ പരിശീലന പരിപാടികൾ നടത്തിവരുന്നു. മുനിയറ പ്രദേശത്തെ ഏലം കർഷകർക്കായി പണിക്കൻകുടി മരിയാവിയാനി പള്ളി പാരിഷ് ഹാളിൽ വെച്ചാണ് ക്ലാസ് സംഘടിപ്പിച്ചത്. പാമ്പാടുംപാറ ഏലം ഗവേഷണ കേന്ദ്രത്തിലെ മേധാവിയും പ്രൊഫസറുമായ ഡോക്ടർ മുത്തുസ്വാമി മുരുകൻ ക്ലാസിന് നേതൃത്വം നൽകി. ഏലത്തിന്റെ വിളനിലമായിരുന്ന ഇടുക്കി ഇന്ന് രാസ കീടനാശിനികളുടെ കൂടി കേന്ദ്രമാവുകയാണെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. പെസ്റ്റിസൈഡ്സ് എല്ലാമേ ടോക്സിക് കെമിക്കലാണ്. അത് കീടങ്ങളെയും ഇല്ല ജീവികളെയും മണ്ണിലുള്ള ജീവികളെയും ജലത്തിലുള്ള ജീവികളെയും ഇല്ല അന്തരീക്ഷത്തിലുള്ള ജീവികളെയും മനുഷ്യர்களையும் അനിമൽസെയും ബേർഡ്സെയും എല്ലാത്തെയും കൊല്ലാനും ഉള്ള ശേഷിയുള്ളതാണ്. പെസ്റ്റിസൈഡ്സ് ഒരു ടാണിക്കാണ്. പെസ്റ്റിസൈഡ്സ് ഒരു ടാണിക്കോ ഒരു മെഡിസിനോ അല്ല. அது பெஸ்டிசைட்ஸ் ஒரு டாக்ஸிக் கெமிக்கலாണ്. ഹസാഡസ് കെമിക്കൽ കാറ്റഗറിയിൽ വരുന്ന പെസ്റ്റിസൈഡ്സ് ഏറ്റവും കൂടുതലുണ്ട്. നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പെസ്റ്റിസൈഡ്സ് എല്ലാം ഏറ്റവും കൂടുതൽ കാറ്റഗറിയിൽ പറയുന്ന HHP കാറ്റഗറിയിൽ വരുന്ന ഹൈലി ഹസാഡസ് പെസ്റ്റിസൈഡ്സ്. രാസ കീടനാശിനികൾ പരിസ്ഥിതിയിലും മനുഷ്യരിലും ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് അദ്ദേഹം വിശദീകരിച്ചു. രാസ കീടനാശിനികളുടെ ഉപയോഗം കുറച്ചുകൊണ്ട് ശത്രുകീടങ്ങളെയും രോഗങ്ങളെയും ചെറുക്കാൻ കൃഷിയിടങ്ങളിൽ നടപ്പിലാക്കാവുന്ന മാർഗങ്ങൾ, വ്യത്യസ്ത രീതികൾ എന്നിവ അദ്ദേഹം കർഷകർക്ക് പരിചയപ്പെടുത്തി. പ്രോജക്ട് കോർഡിനേറ്റർ ഹീര സിക്കെ പ്രോജക്ട് അവതരണം നടത്തി. രാസവിഷങ്ങൾ ഉപയോഗിക്കാതെയുള്ള കീടരോഗ നിയന്ത്രണ മാർഗങ്ങളിൽ പരിശീലനം നൽകിയ ക്ലാസ്സിൽ 72 കർഷകർ പങ്കെടുത്തു. പ്രോജക്ട് ഓഫീസർ ശില്പ സിക്കെ, ഫീൽഡ് ഓഫീസർ ശ്രീദേവി KD എന്നിവർ പ്രോജക്റ്റിന്റെ തുടർ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. രാജ്യം നേരിടുന്ന വർത്തമാനകാല വിപത്തുകളെ നേരിടുന്നതിനും 148 കോടി വരുന്ന ജനസമൂഹത്തെ ശരിയായ ദിശയിൽ നയിക്കുന്നതിനുമായി രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന മുന്നേറ്റങ്ങൾക്ക് ശക്തി നൽകുന്നതിന് KPCC പ്രചരണ വിഭാഗം നടത്തുന്ന നാടകയാത്രയ്ക്ക് തൊടുപുഴയിൽ UDF ഇടുക്കി ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴിയുടെ നേതൃത്വത്തിൽ വരവേൽപ്പ് നൽകി. അഡ്വക്കേറ്റ് ജോസഫ് ജോൺ, MK പുരുഷോത്തമൻ, TJ പീറ്റർ എന്നിവർ സംസാരിച്ചു. യാത്രയുടെ സംസ്ഥാന കോർഡിനേറ്റർ NB പ്രദീപ് കുമാർ ആമുഖ പ്രഭാഷണം നടത്തി. ഇന്ത്യ എൻ്റെ രാജ്യം എന്ന ശ്രദ്ധേയമായ ലഘുനാടകം അവതരിപ്പിച്ചു. CBI, ഇൻകം ടാക്സ്,
മടുത്തു. ഡോണ്ട് വെറി മിസ്റ്റർ കാരണഭൂതൻ, താങ്കളെ നാം ഒന്നും ചെയ്യില്ല. അത് എനിക്കറിയില്ലേ ജി. അത് തന്നെയല്ലേ നമ്മൾ തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്. പണ്ട് കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറഞ്ഞത് നിങ്ങളാണ്. ഇന്ന് ഞങ്ങളുടെ ആവശ്യവും അത് തന്നെ. ഒരു പാലമിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും. കേരളത്തിലെ ജനങ്ങൾക്ക് അത് ബോധ്യമാകുന്നുണ്ട് സഖാവേ. ക്വിറ്റ് ഇന്ത്യ എന്ന മഹാത്മാഗാന്ധിയുടെ സമരാഹ്വാനത്തെ തള്ളിപ്പറഞ്ഞ ബ്രിട്ടീഷുകാരുടെ ചെരുപ്പ് നക്കികളുടെ പിൻഗാമികൾക്ക് കേരളത്തിന്റെ മണ്ണിൽ വളമിട്ടതും വെള്ളമൊഴിച്ചു കൊടുത്തതും നിങ്ങളാണ് സഖാക്കൾ. മറയില്ലാതെ വർഗീയ രാഷ്ട്രീയം അതിന്റെ ഏറ്റവും ഉയർന്ന ഊഷ്മാവിൽ തിളക്കുന്ന ലാവാപ്രവാഹമായി നമ്മളിലേക്ക് ഒലിച്ചിറങ്ങിയിട്ടും അപരവൽക്കരണവും ന്യൂനപക്ഷങ്ങളുടെയും ദളിതരുടെയും ദീനമായ ഞരക്കങ്ങളും നമ്മുടെ കണ്ണിലും കാതിലും തറഞ്ഞിറങ്ങിയിട്ടും നമ്മൾ എന്തുകൊണ്ടാണ് പ്രതികരിക്കാൻ മറന്നുപോകുന്നത്? നമ്മുടെ നാഡീവ്യൂഹങ്ങൾക്ക് വന്ധ്യത ബാധിച്ചു. നമ്മുടെ നാഡീവ്യൂഹങ്ങൾ ത്രസിക്കേണ്ടതിന് പകരം നമ്മുടെ പ്രതിഷേധങ്ങൾ കടിച്ചമർത്തി വിഴുങ്ങിക്കളയേണ്ട സമയമല്ലിത്. തുറന്ന് പ്രതിഷേധിക്കാൻ ഈ സമയമാണ് നമുക്ക് ഏറ്റവും ഉചിതം. ഈ പോർക്കളത്തിൽ നമ്മളെ നയിക്കാൻ രാഹുൽ ഗാന്ധിയുണ്ട്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ട്. ഈ പോരാട്ടത്തിന് ശക്തി പകരാൻ നമുക്കെല്ലാവർക്കും ഊർജ്ജസ്വലരായി പോർക്കളത്തിൽ ഇറങ്ങാം. മഹാത്മാഗാന്ധി പകർന്നു തന്നൊരു സമരവീര്യവുമായി കാട്ടിയ കർമ്മധീര പദത്തിൽ ഞങ്ങളിതാ. UDF സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസിന്റെ ഉടുമ്പൻചോല നിയോജക മണ്ഡലത്തെ ആദ്യഘട്ട പ്രചരണ പ്രവർത്തനങ്ങൾ പൂർത്തിയായി. തിങ്കൾക്കാട് നിന്നും KPCC സെക്രട്ടറി തോമസ് രാജൻ ഉദ്ഘാടനം നിർവഹിച്ചാണ് പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് ഡീൻ തുടക്കമിട്ടത്. രാജേഷ് ബാബു അധ്യക്ഷത വഹിച്ചു. UDF സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസിന്റെ ഉടുമ്പൻചോല നിയോജക മണ്ഡലത്തിലെ ആദ്യഘട്ട പ്രചാരണ പ്രവർത്തനങ്ങൾ പൂർത്തിയായി. ഉടുമ്പൻചോല, ശാന്തൻപാറ, രാജകുമാരി, രാജാക്കാട്, സേനാപതി എന്നീ പഞ്ചായത്തുകളിലൂടെയായിരുന്നു UDF സ്ഥാനാർത്ഥിയുടെ ബുധനാഴ്ചത്തെ പ്രചാരണം. രാവിലെ തിങ്കൾക്കാട് നിന്നും KPCC സെക്രട്ടറി തോമസ് രാജൻ ഉദ്ഘാടനം നിർവഹിച്ചാണ് പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് ഡീൻ കുര്യാക്കോസ് തുടക്കമിട്ടത്. രാജേഷ് ബാബു അധ്യക്ഷത വഹിച്ചു. MN ഗോപി, സേനാപതി വേണു, MJ കുര്യൻ, ബെന്നി തുണ്ടത്തിൽ, G മുരളീധരൻ, MB ജോസ്, PS യൂനസ്, ജോജി ഇടപ്പള്ളിക്കുന്നേൽ, KN മണി, ബിജു ഇടുക്കാർ, ബെന്നി കുര്യൻ എന്നിവർ പ്രസംഗിച്ചു. കവലകൾ തോറും ഊഷ്മളമായ സ്വീകരണമാണ് ഡീൻ കുര്യാക്കോസിനു വേണ്ടി വോട്ടർമാർ ഒരുക്കിയത്. മണ്ഡലത്തിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ ഊന്നിപ്പറഞ്ഞും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ പ്രസംഗിച്ചുമാണ് ഡീൻ ജനങ്ങളുടെ പിന്തുണ തേടിയത്. രാവിലെ തിങ്കൾക്കാട്, കുത്തുങ്കൽ, പഴയ വിടുതി, പന്നിയാർകുട്ടി, മുല്ലക്കാനം, രാജാക്കാട്, മുക്കുടിൽ, ഒട്ടാത്തി, മാങ്ങാത്തൊട്ടി, NR സിറ്റി, ഖജനാപ്പാറ, രാജകുമാരി നോർത്ത്, സൗത്ത് എന്നീ പ്രദേശങ്ങളിൽ UDF സ്ഥാനാർത്ഥി ജനങ്ങളുടെ പിന്തുണ തേടി. ഏതൊരാൾക്കും ഞാൻ സമീപസ്ഥനായിരിക്കും, ഈ നാടിന്റെ ഒരടുത്ത ബന്ധുവായി എപ്പോഴും ഞാൻ ഉണ്ടായിരിക്കും എന്ന് സൂചിപ്പിക്കട്ടെ. നമ്മുടെ ആദിവാസി സഹോദരന്മാർ ഉൾപ്പെടെ തോട്ടം തൊഴിലാളികളും ഒക്കെ അധിവസിക്കുന്ന ഈ മേഖലയിൽ കർഷകർ ഒക്കെ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ പറഞ്ഞറിയിക്കാത്ത തരത്തിലാണ്. ദീർഘനേരമായി ഇവിടെ മീറ്റിംഗ് നേതാക്കന്മാർ പ്രസംഗിക്കുകയായിരുന്നു. അതുകൊണ്ട് ആ വിഷയങ്ങളിലേക്കൊന്നും ഞാൻ തിരിച്ചു പോകുന്നില്ല. നമ്മുടെ നാട് അതീവ ഗുരുതരമായ പ്രതിസന്ധിയിലാണ്. ഇവിടെ ജനങ്ങളെ സഹായിക്കാൻ ഒരു ഗവൺമെന്റിന്റെ സാന്നിധ്യവും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായ. ഈ ഗവൺമെന്റ്, ഇടതുപക്ഷ ഗവൺമെന്റ്, കേന്ദ്രം ഭരിക്കുന്ന BJP ഗവൺമെന്റ്, രണ്ട് ഗവൺമെന്റുകളും സാധാരണക്കാരെ മറന്നിരിക്കുന്നു, പാവപ്പെട്ടവരെ മറന്നിരിക്കുന്നു, തൊഴിലാളികളെ മറന്നിരിക്കുന്നു, കർഷകരെ മറന്നിരിക്കുന്നു. ഉച്ചയ്ക്ക് ശേഷം ആവണക്കും ചാൽ, കുളപ്പാറച്ചാൽ, കുരുവിള സിറ്റി, എസ്റ്റേറ്റ് പൂപ്പാറ, തോണ്ടിമല, ആനയിറങ്കൽ, ശാന്തൻപാറ, ചേരിയാർ, പള്ളിക്കുന്ന്, സേനാപതി, വട്ടപ്പാറ, തലയൻകാവ്, ചെമ്മണ്ണാർ, ഉടുമ്പൻചോല, മണത്തോട്, കല്ലുപാലം, പാറത്തോട് എന്നിവിടങ്ങളിലെത്തി. വൈകിട്ട് മാവടിയിൽ മുൻ DCC പ്രസിഡന്റ് റോയ് കെ പൗലോസ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ചില പ്രതിഷേധങ്ങൾക്കൊടുവിൽ നിലച്ചുപോയ അണക്കര വിമാനത്താവള പദ്ധതി യാഥാർത്ഥ്യമാക്കുമെന്ന് ഇടുക്കി NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥൻ. വർഷങ്ങൾക്ക് മുമ്പ് വിമാനത്താവള നിർമ്മാണത്തിന് വിവിധ വകുപ്പുകളുടെ അനുമതി ലഭിച്ചിട്ടുള്ള പ്രദേശം എന്ന നിലയിൽ ചെറു വിമാനങ്ങൾ ഇറങ്ങുവാനുള്ള ഡൊമസ്റ്റിക് എയർപോർട്ട് അണക്കരയിൽ യാഥാർത്ഥ്യമാക്കും എന്നും സ്ഥാനാർത്ഥി പറഞ്ഞു. ചില പ്രതിഷേധങ്ങൾക്കൊടുവിൽ നിലച്ചുപോയ അണക്കര വിമാനത്താവള പദ്ധതി യാഥാർത്ഥ്യമാക്കുമെന്ന്
ഇടുക്കി NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥൻ. വർഷങ്ങൾക്ക് മുൻപ് വിമാനത്താവള നിർമ്മാണത്തിന് വിവിധ വകുപ്പുകളുടെ അനുമതി ലഭിച്ചിട്ടുള്ള പ്രദേശം എന്ന നിലയിൽ ചെറുവിമാനങ്ങൾ ഇറങ്ങാവുന്ന ഡൊമസ്റ്റിക് എയർപോർട്ട് അണക്കരയിൽ യാഥാർത്ഥ്യമാക്കും. 13 വർഷങ്ങൾക്ക് മുൻപാണ് അണക്കരയിൽ ചെറുവിമാനങ്ങൾ വന്നിറങ്ങുന്നതിന് സാധിക്കുന്ന തരത്തിൽ എയർ സ്ട്രിപ്പ് നിർമ്മിക്കുന്നതിനുള്ള പ്രാരംഭ നടപടികൾക്ക് തുടക്കമിട്ടത്. കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിന്റെയും എയർപോർട്ട് അതോറിറ്റിയുടെയും പ്രതിരോധ വകുപ്പിന്റെയും അനുമതി ലഭിക്കുകയും വിവിധ സാങ്കേതിക പഠനങ്ങൾ ഉൾപ്പെടെ പൂർത്തിയാക്കുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്ന് സ്ഥലം ഏറ്റെടുത്ത് നൽകുന്നതിനായി സംസ്ഥാന സർക്കാരിന്റെയും ജില്ലാ ഭരണകൂടത്തിന്റെയും നേതൃത്വത്തിൽ ശ്രമങ്ങൾ നടക്കുന്നതിനിടയിലാണ് ചില കേന്ദ്രങ്ങളിൽ നിന്നും പ്രതിഷേധങ്ങൾ ഉയരുകയും പദ്ധതിയുടെ തുടർ പ്രവർത്തനങ്ങൾ നിലയ്ക്കുകയും ചെയ്തത്. വലിയ വിമാനത്താവളം വരുമ്പോൾ കൂടുതൽ സ്ഥലങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുമെന്നും ആളുകളെ കുടിയിറക്കേണ്ടി വരുമെന്നുമുള്ള പ്രചാരണങ്ങൾക്കൊടുവിലാണ് വിമാനത്താവള പദ്ധതി നിലച്ചുപോയത്. NDAക്ക് അവസരം ലഭിച്ചാൽ ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കും. അണക്കരയിൽ ഒരു ഡൊമസ്റ്റിക് എയർപോർട്ട് യാഥാർത്ഥ്യമായാൽ ഇടുക്കിയുടെ ടൂറിസം, കാർഷിക, വ്യാപാര മേഖലയിൽ എല്ലാം കൂടുതൽ മുന്നേറ്റമുണ്ടാക്കുവാൻ സാധിക്കുമെന്നും ഇടുക്കി തോപ്രാംകുടിയിൽ ലഭിച്ച സ്വീകരണത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥൻ കൂട്ടിച്ചേർത്തു. ഇരട്ടയാർ, നെടുങ്കണ്ടം, വാത്തിക്കുടി എന്നീ പഞ്ചായത്തുകളിലായിരുന്നു വ്യാഴാഴ്ച പര്യടനം നടത്തിയത്. രാവിലെ മുതൽ മത സാമുദായിക നേതാക്കന്മാരെ നേരിൽ കണ്ട് പിന്തുണ അഭ്യർത്ഥിക്കുകയും NDA മീറ്റിംഗുകളിൽ പങ്കെടുക്കുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, കുമളി. വണ്ടിപ്പെരിയാർ മത്തായിമൊട്ടയിൽ രാത്രി വീട്ടിൽ കയറി യുവാവിനെ മർദ്ദിച്ച കേസിൽ 2 പേരെ കൂടി വണ്ടിപ്പെരിയാർ പോലീസ് ഇന്ന് അറസ്റ്റ് ചെയ്തു. രാമരാജ്, കൃഷ്ണകുമാർ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. 4 പേർ ഉൾപ്പെട്ടിരുന്ന കേസിൽ ഒളിവിലായിരുന്ന 2 പ്രതികളെയാണ് ഇന്ന് അറസ്റ്റിലായത്. വണ്ടിപ്പെരിയാർ മത്തായിമൊട്ടയിൽ പുതുവലിൽ രാത്രിയിൽ യുവാവിനെ വീട്ടിൽ കയറി ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിലെ 2 പ്രതികളെയാണ് വണ്ടിപ്പെരിയാർ പോലീസ് അറസ്റ്റ് ചെയ്തത്. മഞ്ഞുമല സ്വദേശികളായ കൃഷ്ണകുമാർ, രാംരാജ് എന്നിവരെയാണ് വണ്ടിപ്പെരിയാർ പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ മാർച്ച് മാസം 12-ാം തീയതി രാത്രിയിലായിരുന്നു കേസിനാസ്പദമായ സംഭവം നടന്നത്. വണ്ടിപ്പെരിയാർ മത്തായിമൊട്ട 59 പുതുവലിൽ താമസക്കാരനായ രാജശേഖരനെ ഒരു സംഘം ആളുകൾ രാത്രിയിൽ വീട്ടിൽ കയറി ആക്രമിച്ച് പരിക്കേൽപ്പിച്ചിരുന്നു. സംഘം കമ്പിവടിയും ബിയർ കുപ്പിയും ഉപയോഗിച്ച് ആക്രമിച്ച രാജശേഖരനെ ഗുരുതര പരിക്കുകളോടെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. തുടർന്ന് വണ്ടിപ്പെരിയാർ പോലീസിന് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്ത് നടത്തിയ അന്വേഷണത്തിൽ രാജശേഖരനെ ആക്രമിച്ച കേസിൽ 4 പേർ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് കണ്ടെത്തുകയും തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ 2 പ്രതികളായ മഞ്ജുമല ലോവർ ഡിവിഷനിൽ രാംകുമാർ, മഞ്ജുമല പഴയകാട് പ്രവീൺ എന്നിവരെ പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇതിനുശേഷം യുവാവിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച സംഭവത്തിൽ ഉൾപ്പെട്ടിരുന്ന 2 പേർ കൂടി പോലീസ് പിടിയിലാകുവാൻ ഉണ്ടായിരുന്നതോടെ ഇവർക്കായി നടത്തിയ അന്വേഷണത്തിലാണ് മഞ്ജുമല സ്വദേശികളായ കൃഷ്ണകുമാർ, രാംരാജ് എന്നിവരെ ഇന്ന് അറസ്റ്റ് ചെയ്തത്. ഇതോടെ യുവാവിനെ വീട്ടിൽ കയറി ആക്രമിച്ച കേസിൽ ഉൾപ്പെട്ട 4 പേരെയും വണ്ടിപ്പെരിയാർ പോലീസ് അറസ്റ്റ് ചെയ്തു. കേസിൽ അറസ്റ്റിലായ 2 പ്രതികളെയും പീരുമേട് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ. ആനച്ചാൽ ചെങ്കുളം ഡാമിൽ യുവാവ് മുങ്ങി മരിച്ചു. ചെങ്കുളം സ്വദേശിയായ നാലാനിക്കൽ ജിമ്മി കുര്യാക്കോസ് 33 മരിച്ചത്. ബുധനാഴ്ച രാത്രി 9 മണിയോടെയാണ് അപകടം നടന്നത്. ഡാമിൽ മീൻ പിടിക്കുന്നതിന് വേണ്ടി വലയിടാൻ പോയപ്പോഴാണ് അപകടം നടന്നത്. ഡാമിൽ വല കെട്ടുന്നതിനിടയിൽ കുഴഞ്ഞ് വീഴുകയായിരുന്നു എന്നാണ് പ്രാഥമിക നിഗമനം. കൂടെയുണ്ടായിരുന്നവർ ഉടൻ തന്നെ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തോക്കുപാറ സെയിന്റ് ജോർജ് യാക്കോബായ പള്ളിയിൽ സംസ്കാരം നടന്നു. ജിമ്മി പഞ്ചഗുസ്തി മത്സരത്തിൽ നിരവധി സമ്മാനങ്ങൾ നേടിയിട്ടുണ്ട്. ജില്ലയിലെ പ്രമുഖ വോളിബോൾ താരവും വടംവലി താരവുമായിരുന്നു. പിതാവ് പാപ്പച്ചൻ, മാതാവ് ലിസി, സഹോദരി ഷാലി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഉടുമ്പന്നൂരിൽ വൻ മോഷണം. സംസ്ഥാന സർക്കാരിന്റെ മികച്ച ക്ഷീരകർഷകനുള്ള അവാർഡ് നേടിയ ഷൈൻ KVയുടെ വീട്ടിലെ പോർച്ചിൽ കിടന്ന ഇന്നോവ ക്രിസ്റ്റയും 6.5 ലക്ഷത്തോളം രൂപയും കവർന്നു. വനവിസ്തൃതി വർദ്ധിപ്പിക്കുമെന്ന കോൺഗ്രസ് പ്രകടന പത്രികയ്ക്കെതിരെ ഇടതുപക്ഷ കർഷക സംഘടന കഞ്ഞിക്കുഴി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് പ്രകടന പത്രിക കത്തിച്ച് പ്രതിഷേധിച്ചു. കൊച്ചി മെട്രോയുടെ MD ആയ ലോക്നാഥ് ബെഹ്റയും മുൻ ചീഫ് സെക്രട്ടറി VP ജോയിയും യുവാക്കളുടെ പ്രതീക്ഷയ്ക്കും പ്രത്യാശയ്ക്കും ഭാരമാണെന്ന് ഇടുക്കി പാർലമെന്റ് മണ്ഡലം പ്രവാസി സ്ഥാനാർത്ഥി ജോമോൻ ജോൺ. തൊടുപുഴ വെങ്ങല്ലൂർ കോലാനി ബൈപ്പാസിലെ മുല്ലക്കൽ ജംഗ്ഷനിൽ ഗതാഗതം താറുമാറായി. ജംഗ്ഷനിൽ സ്ഥാപിച്ചിരിക്കുന്ന സൈൻ ബോർഡ് തെറ്റായ ദിശയിലേക്ക് വച്ചിരിക്കുന്നതുകൊണ്ടും സ്പീഡ് ബ്രേക്കറുകൾ ശരിയായ സ്ഥലത്ത് സ്ഥാപിക്കാത്തതുകൊണ്ടുമാണ് ഗതാഗതം താറുമാറായത്. തൊടുപുഴ പുഴയോരം ബൈപ്പാസിലെ അശാസ്ത്രീയമായി വച്ചിരിക്കുന്ന സ്പീഡ് ബ്രേക്കറുകൾ കാൽനടയാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. വീതി കൂടിയ ബ്രേക്കറുകൾ നടപ്പാതയിലേക്ക് കയറ്റി വച്ചിരിക്കുന്നത് മൂലമാണ് തടസ്സം നേരിടുന്നത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.